മേരിലാൻഡിലെ എൽക്ക് നെക്ക് സ്റ്റേറ്റ് ഫോറസ്റ്റിൽ 3 കുട്ടികൾ കൂൺ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ മരങ്ങൾക്കിടയിൽ നിന്ന് IV ഇൻട്രാവെനസ് ട്യൂബുകൾ കാണുന്നു. അത് ചെന്ന് അവസാനിക്കുന്നത് മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വലത് കൈകളിലാണ്. ഇത്തവണത്തെ കൊലപാതകിയുടെ കലാസൃഷ്ടി അതിഭീകരമായിരുന്നു. 9ഓളം മൃതദേഹങ്ങൾ ആഴം കുറഞ്ഞ കുഴികളിൽ മറവു ചെയ്തിരിക്കുന്നു. കൊലപാതക രീതി: ഇരകളെല്ലാം ഡയബറ്റീസ് രോഗികളായിരുന്നു. കൊലയാളി അവർക്ക് മരുന്നു മാറ്റി നൽകി കോമറ്റോസ് അവസ്ഥയിൽ ജീവനോടെയാണ് കുഴിച്ചിട്ടത്. ജീവനുള്ള ഈ ശരീരങ്ങൾ ജൈവവളം പോലെ ഉപയോഗിച്ച് അവയുടെ മേൽ കൊലയാളി അപൂർവയിനം മഷ്റൂമുകൾ വളർത്തി. മൃതദേഹങ്ങൾക്കിടയിൽ അവയുടെ നാശോന്മുഖമായ ശരീരത്തിൽ നിന്ന് കൂണുകൾ കിളിർത്തു നിൽക്കുന്ന കാഴ്ച അത്ഭുതകരമാംവിധം പേടിപ്പെടുത്തുന്ന ഒരു മനുഷ്യത്തോട്ടം. വിൽ ഗ്രഹാം സ്ഥലത്തു പ്രവേശിക്കുകയും തന്റെ പ്രത്യേക കഴിവ് ഉപയോഗിച്ച് കൊലയാളിയുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുന്നു. ഈ കൊലപാതകി ഇരകളെ ശിക്ഷിക്കാനല്ല കൊന്നത്. ഈ മരണം ഒരു കലാരൂപമാണ്. ഈ ശരീരങ്ങളെ അവന്റെ പൂന്തോട്ടത്തിന് വളമായി ഉപയോഗിക്കുമ്പോൾ അവൻ മരണത്തെ ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമായി കാണുന്നു. മഷ്റൂമുകൾക്ക് പരസ്പരം സംസാരിക്കാൻ കഴിയുന്നതുപോലെ ഈ മൃതദേഹങ്ങൾ അവനുവേണ്ടി സംസാരിക്കുമെന്നും അവന്റെ സൃഷ്ടിക്ക് സാക്ഷ്യം വഹിക്കുമെന്നും അവൻ വിശ്വസിക്കുന്നു. പരിശോധനയിൽ എല്ലാ ഇരകൾക്കും കിഡ്നി തകരാറുണ്ടായിരുന്നുവെന്നും അവർക്ക് ഇൻസുലിന് പകരം മറ്റൊരു മരുന്നാണ് നൽകിയിരുന്നതെന്നും വിൽ കണ്ടെത്തുന്നു. ഇത് കൊലയാളി ഒരു ഫാർമസിസ്റ്റായിരിക്കാം എന്ന നിഗമനത്തിലേക്ക് എത്തിക്കുന്നു. വിൽ പറയുന്നത് കൊലയാളി ഇരകളെ ജീവനോടെ നിലനിർത്തിക്കൊണ്ട് കൂണുകളെ പോറ്റുകയാണ് എന്നാണ്. ലെക്ടർ ആണെങ്കിൽ മൈസീലിയമും മനുഷ്യന്റെ ബ്രെയിൻ മാറ്ററും ഘടനാപരമായി സമാനമാണെന്ന് ചൂണ്ടിക്കാട്ടി കൊലയാളി തന്റെ ഇരകൾക്കിടയിൽ ഒരുതരം ഹൈവ് മൈൻഡ് അല്ലെങ്കിൽ സൈക്കിക് ലിങ്ക് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് സിദ്ധാന്തിക്കുന്നു. സെല്ലർ, പ്രൈസ് എന്നിവരോടൊപ്പം കൂൺ കൃഷി ചെയ്ത സ്ഥലങ്ങൾ പരിശോധിക്കുന്നു. ഇരകളുടെ മരണകാരണം കിഡ്നി ഫെയിലിയർ, വൃക്കസ്തംഭനമാണ്. കൊലയാളി IV വഴി നൽകിയ ഷുഗർ വാട്ടറും ഡയബറ്റിക് കീറ്റോ അസിഡോസിസുമാണ് ഇതിന് കാരണം. ഇത് കൊലയാളി ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് ആയിരിക്കണമെന്ന് വിൽ പ്രവചിക്കുന്നു. അയാൾ അടുത്ത വിത്തിനെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. വിൽ മുന്നറിയിപ്പ് നൽകുന്നു. അങ്ങനെയാണ് അവർക്ക് പ്രാദേശിക ഫാർമസിയിലെ ജീവനക്കാരനായ എൽഡൻ സ്റ്റാമറ്റ്സിനെ കണ്ടെത്തുന്നത്. പിന്തുണ നൽകാൻ ആളില്ലാത്ത ഡയബറ്റിക് രോഗികളെയാണ് സ്റ്റാമറ്റ്സ് ലക്ഷ്യമിട്ടിരുന്നത്. FBI സ്വാട്ട് ടീം സ്റ്റാമറ്റ്സിന്റെ വീട്ടിലേക്ക് നീങ്ങുന്നു. സ്റ്റാമറ്റ്സ് അപ്പോൾ തന്നെ സ്ഥലം വിട്ടിരുന്നു. എന്നാൽ സ്റ്റാമറ്റ്സിന്റെ കാറിന്റെ ട്രങ്കിൽ വള്ളത്തിൽ മുങ്ങിയ നിലയിൽ ഇരയായ ഗ്രെച്ചൻ സ്പെക്കിനെ കണ്ടെത്തുന്നു. ഹോട്ടൽ മുറിയുടെ പുറത്ത് ഡിറ്റക്റ്റീവ് പാസ്കൽ കാത്തുനിൽക്കുന്നു. തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് പാസ്കൽ പറയുന്നു. ഫ്രെഡി അയാൾക്ക് സ്വകാര്യ സുരക്ഷാ ജോലി വാഗ്ദാനം ചെയ്യുന്നു. ആ സംസാരത്തിനിടയിൽ എൽഡൻ സ്റ്റാമറ്റ്സ് അവിടേക്ക് വരികയും പാസ്കലിനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. വിൽ ഗ്രാമിനെക്കുറിച്ച് അറിയണമെന്നാണ് സ്റ്റാമറ്റ്സിന്റെ ആവശ്യം. സ്റ്റാമറ്റ്സിന്റെ ലക്ഷ്യം വില്ലിന്റെ എമ്പത്തി, സഹാനുഭൂതി മനസ്സിലാക്കുക എന്നതാണ്. അതിനുവേണ്ടി അബിഗേൽ ഹോബ്സിനെ തട്ടിക്കൊണ്ടുപോയി വില്ലിന് വിട്ടുകൊടുക്കാൻ അവൻ പദ്ധതിയിടുന്നു. ക്രോഫോർഡ് ഉടനടി വില്ലിനെ വിവരമറിയിക്കുന്നു. വിൽ ഓടിയെത്തുമ്പോഴേക്കും അബിഗേലിനെ കാണുന്നില്ല. വിൽ അവരെ ഒരു വശത്തെ ഇടനാഴിയിൽ വെച്ച് കണ്ടെത്തുന്നു. തന്റെ മാർക്സ്മാൻഷിപ്പ് ട്രെയിനിംഗ് ഓർത്തെടുത്ത് വിൽ കൃത്യമായി വെടിവെച്ച് സ്റ്റാമറ്റ്സിന്റെ വലതു തോളിൽ പരിക്കേൽപ്പിക്കുന്നു. സ്റ്റാമറ്റ്സ് വിൽ തന്നെ കൊല്ലുന്നില്ലല്ലോ എന്ന നിരാശയിലാണ്. We all evolved from mycelium. I'm simply reintroducing her to the concept. By burying her alive? The journalist said you understood me. I don't. Well, you would have. You would have. If you walk through a field of mycelium, they know you are there. They know you are there. The spores reach for you as you walk by. I know who you're reaching for. I know. Abigail Hobbs. You should have let me plant her. You would have found her in a field where she was finally able to reach back. എൽഡൻ സ്റ്റാമറ്റ്സ് ശാന്തനായി യാതൊരു കുറ്റബോധവുമില്ലാതെ മരണമെന്നത് ഒന്നിന്റെയും അവസാനമല്ല, അത് രൂപാന്തരമാണ്. ഈ ലോകത്തെ എന്റെ കാഴ്ചപ്പാട് മാറുന്നതിനു മുൻപ് ഈ മൃതദേഹങ്ങൾ ഒരു പാഴായ വസ്തുവായിരുന്നു. എന്നാൽ ഇപ്പോൾ അവ വളമാണ്. ആ മഷ്റൂമുകൾക്ക് ഞാനാണ് അവയുടെ അമ്മ. അവർ എന്നെക്കുറിച്ച് ലോകത്തോട് സംസാരിക്കും. വിൽ എൽഡനിന്റെ കണ്ണുകളിലേക്ക് നോക്കുന്നു. ഈ കൊലപാതകി ഇരകളെ വെറുത്തിരുന്നില്ല, മറിച്ച് അവരെ സഹായിക്കുക ആയിരുന്നു എന്നാണ് അവൻ വിശ്വസിച്ചിരുന്നത്. അവരുടെ ഉപയോഗമില്ലാത്ത ശരീരങ്ങളെ ഒരു പുതിയ ജീവനുള്ള സൗന്ദര്യമുള്ള കാര്യമാക്കി മാറ്റുകയായിരുന്നു അവൻ. എൽഡൻ സ്റ്റാമറ്റ്സ് ചെയ്തത് കൊലപാതകമായിരുന്നില്ല, അതൊരു തരം പുനരുപയോഗം, റിസൈക്ലിംഗ് ആയിരുന്നു.
വിൽ ഗ്രേഹാം ഈ കേസുമായി ബന്ധപ്പെട്ട തന്റെ വിഷമതകളെക്കുറിച്ച് തന്റെ സൈക്യാട്രിസ്റ്റായ ഡോക്ടർ ഹാനിബൽ ലെക്ടറിനോട് സംസാരിക്കാൻ വരുന്നു. ഹോബ്സിനെ കൊന്നതിലെ മാനസിക പിരിമുറുക്കമാണ് ചർച്ചാവിഷയം. ഹോബ്സിനെ കൊന്നപ്പോൾ തനിക്ക് സന്തോഷം തോന്നിയെന്നത് വില്ലിനെ അലട്ടുന്നു. ഹോബ്സ് അർഹിച്ചിരുന്നെങ്കിലും അതിൽ സന്തോഷം തോന്നുന്നത് തന്നെ ഒരു ദുഷ്ടനാക്കുമോ എന്ന് വിൽ ഭയപ്പെടുന്നു. ലെക്ടറിന്റെ മറുപടി ഞെട്ടിക്കുന്നതായിരുന്നു. കൊല്ലുന്നത് ദൈവത്തിനും സന്തോഷം നൽകുന്നുണ്ടാവാം. അദ്ദേഹം അതെപ്പോഴും ചെയ്യുന്നുണ്ട്. നമ്മളാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരല്ലേ? Did you really feel so bad because killing him felt so good? I like killing Hobbs. Killing must feel good to God, too. He does it all the time. And are we not created in His image? God's terrific. He dropped a church roof on 34 of his worshippers last Wednesday night in Texas while they sang a hymn. Did God feel good about that? He felt powerful. ഈ വാക്കുകളിലൂടെ ഡോക്ടർ ലെക്ടർ കൊലപാതകത്തെ ഒരു പാപമായി കാണാതെ അതൊരു ദൈവീകമായ ശക്തിയുടെ പ്രകടനമായി വില്ലിനെക്കൊണ്ട് ചിന്തിപ്പിക്കാൻ ശ്രമിക്കുന്നു. വിൽ ചെയ്തത് തെറ്റല്ല, അതൊരു തരം വിമോചനമായിരുന്നു എന്ന് ഡോക്ടർ ലെക്ടർ വില്ലിന്റെ മനസ്സിൽ പതിപ്പിക്കുന്നു. ഈ ഭാഗത്ത് വിൽ ഗ്രേഹാം കണ്ടുമുട്ടിയ വില്ലൻ എൽഡൻ സ്റ്റാമെറ്റ്സ് താൻ ചെയ്തത് കൊലപാതകമല്ല, മറിച്ച് മൃതദേഹങ്ങളെ ഉപയോഗിച്ച് സൗന്ദര്യമുള്ള പുതിയ ജീവിതം സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് വില്ലിനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതേസമയം ഡോക്ടർ ഹാനിബൽ ലെക്ടറാകട്ടെ വില്ലിന്റെ ഉള്ളിൽ ഹോബ്സിനെ കൊന്നതിലൂടെ ഉണ്ടായ കുറ്റബോധത്തെ മാറ്റി അതിനെ അധികാരത്തിന്റെയും ശക്തിയുടെയും ഒരു വികാരമായി കാണാൻ പ്രേരിപ്പിക്കുന്നു. ഇത് ഡോക്ടർ ലെക്ടറിന്റെ വലയിൽ വിൽ വീഴുന്നതിന്റെ തുടക്കമായിരുന്നു.